ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലും നമ്മൾ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് അറിയാൻ പാടുണ്ടാവില്ല പല സമയത്തും. എക്സാമ്പിൾസ്: നീ എന്താണ് നിന്ന് പരുങ്ങുന്നത്? ജീവിതം ഇത്തിരി പരിങ്ങലിലാണ്. രണ്ടു വഞ്ചിയിൽ കാല് വയ്ക്കല്ലേ, അതിത്തിരി കടുപ്പം തന്നെ. അവൻ അവിടെ പതുങ്ങി നിന്നു. അപ്പൊ ഈ രീതിയിലൊക്കെ ഉള്ള സെന്റൻസുകളുടെ ഡിഫറെന്റ് എക്സ്പ്രഷൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഏറ്റവും ആദ്യം, നീ എന്താണ് നിന്ന് പരുങ്ങുന്നത്? വൈ ആർ യു ഹെസിറ്റേറ്റിംഗ്? വൈ ആർ യു ഹെസിറ്റേറ്റിംഗ്? Why are you hesitating? Why are you dragging your feet? Why are you dragging your feet? Why are you dragging your feet? What are you shrinking from? What are you shrinking from? നീ എന്താണ് നിന്ന് പരുങ്ങുന്നത് എന്നുള്ളതിന്റെ എക്സ്പ്രഷൻസ് ആണ് ഈ ഹെസിറ്റേറ്റിംഗ്, ഡ്രാഗിങ്, ഷ്രിങ്കിങ് എന്നൊക്കെ പറയുന്നത്. Why are you so timid? Why are you so timid? അല്ലെങ്കിൽ നമുക്ക് പറയാം, What's holding you back? വാട്ട്സ് ഹോൾഡിംഗ് യു ബാക്ക്? എന്താണ് നിന്നെ ഇങ്ങനെ പുറകിലേക്ക് വലിക്കുന്നത് എന്നൊക്കെ പറയുമല്ലോ. പരിങ്ങലിലേക്ക് ആനയിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുന്നതിനാണ് വാട്ട്സ് ഹോൾഡിംഗ് യു ബാക്ക്. വാട്ട്സ് ഹോൾഡിംഗ് യു ബാക്ക്? വാട്ട്സ് ഹോൾഡിംഗ് യു ബാക്ക്? വൈ ദ ഹെസിറ്റേഷൻ? വൈ ദ ഹെസിറ്റേഷൻ? എന്തിനാണ് ഈ അമാന്തം എന്നൊക്കെ ചോദിക്കുന്നതാണ്. വൈ ദ ഹെസിറ്റേഷൻ? വാട്ട് ആർ യു വെറി ഓഫ്? വാട്ട് ആർ യു വെറി ഓഫ്? വാട്ട് ആർ യു സ്റ്റോളിംഗ് ഫോർ? വാട്ട് ആർ യു സ്റ്റോളിംഗ് ഫോർ? Don't be a chicken. ഇതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. Don't be a chicken. Don't be a chicken. Don't be a chicken. Just bite the bullet. Just bite the bullet. What's giving you cold feet? What's giving you cold feet? What's giving you cold feet? ജീവിതം ഇത്തിരി പരിങ്ങലിലാണ് എന്നൊക്കെ പറയും. ഇപ്പൊ ഈ പരിങ്ങൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ഇത്തിരി ബുദ്ധിമുട്ടാക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ജീവിതം ഇത്തിരി പരിങ്ങലിലാണെന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് പറയാം, ലൈഫ് ഈസ് എ ബിറ്റ് ഡിഫിക്കൽട്ട്. ലൈഫ് ഈസ് എ ബിറ്റ് ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ലൈഫ് ഈസ് എ ബിറ്റ് ടഫ്. ലൈഫ് ഈസ് എ ബിറ്റ് ടഫ്. ലൈഫ് ഈസ് എ ബിറ്റ് ടഫ്. ലൈഫ് ഈസ് എ ബിറ്റ് ഷേക്കി. ലൈഫ് ഈസ് എ ബിറ്റ് ഷേക്കി. അല്ലെങ്കിൽ പറയാം, ലൈഫ് ഈസ് എ ബിറ്റ് ഓഫ് സ്ട്രഗിൾ. ലൈഫ് ഈസ് എ ബിറ്റ് ഓഫ് എ സ്ട്രഗിൾ. ലൈഫ് ഈസ് എ ബിറ്റ് ഓഫ് എ സ്ട്രഗിൾ. Things are a bit difficult in life. Things are a bit difficult in life. Things are a bit difficult in life. ഇനി പറയാം, ലൈഫ് ഈസ് ചാലഞ്ചിങ് റൈറ്റ് നൗ. ലൈഫ് ഈസ് ചാലഞ്ചിങ് റൈറ്റ് നൗ. ലൈഫ് ഈസ് ചാലഞ്ചിങ് റൈറ്റ് നൗ. ലൈഫ് ഈസ് presenting some difficulties. ലൈഫ് ഈസ് presenting some difficulties. വേറെ രീതി പറയാം, ലൈഫ് ഈസ് presenting some difficulties. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഐ എം ഗോയിങ് ത്രൂ എ ടഫ് ടൈം. ഐ എം ഗോയിങ് ത്രൂ എ ടഫ് ടൈം. ജീവിതം ഇത്തിരി പരിങ്ങലിലാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് കാണിക്കുന്നതാണ് ഐ എം ഗോയിങ് ത്രൂ എ ടഫ് ടൈം. തിങ്സ് ആർ എ ബിറ്റ് റഫ് അറൌണ്ട് ദി എഡ്ജസ്. തിങ്സ് ആർ എ ബിറ്റ് റഫ് അറൌണ്ട് ദി എഡ്ജസ്. തിങ്സ് ആർ എ ബിറ്റ് റഫ് അറൌണ്ട് ദി എഡ്ജസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഐ എം ഹാവിംഗ് എ ബിറ്റ് ഓഫ് എ സ്ട്രഗിൾ. ഐ എം ഹാവിംഗ് എ ബിറ്റ് ഓഫ് എ സ്ട്രഗിൾ. ഐ എം ഹാവിംഗ് എ ബിറ്റ് ഓഫ് എ സ്ട്രഗിൾ. ഇനി ഐ എം ഇൻ എ ടൈറ്റ് സ്പോട്ട്. ഐ എം ഇൻ എ ടൈറ്റ് സ്പോട്ട്. വേറൊരു രീതിയാണ്. ഇനി ഐ എം ഇൻ എ ബൈൻഡ്. അതുപോലെ തന്നെ ഉള്ളതാണ് ഐ എം ഇൻ എ ബൈൻഡ്. ഐ എം ഇൻ ഹോട്ട് വാട്ടർ. ഇൻ ഹോട്ട് വാട്ടർ. ഇതൊക്കെ സെയിം എക്സ്പ്രഷൻസ് ആണ്. I am up against a brick wall. I am up against a brick wall. I am up against a brick wall. I am in between rock and a hard place. I am in between a rock and a hard place. I am in between a rock and a hard place. ഇത് ചെകുത്താനും കടലിനും മധ്യത്തിൽ നിൽക്കുന്നു എന്ന് പറയില്ല. അപ്പൊ പരിങ്ങി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ രീതിയിൽ തന്നെ പറയാം. I am in between a rock and a hard place. It's an uphill battle. It's an uphill battle. It's an uphill battle. Things are a bit rocky. Things are a bit rocky. Things are a bit rocky. Life has thrown me a curveball. Life has thrown me a curveball എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം പരിങ്ങലിലാണ് എന്നുള്ള അർത്ഥമാണ്. Life has thrown me a curveball. I'm going through the mill. I'm going through the mill. ഇതും സെയിം അർത്ഥം ഉൾക്കൊള്ളുന്ന എക്സ്പ്രഷൻ ആണ്. I'm going through the mill. ഇനി രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കല്ലേ, രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കല്ലേ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? Don't have a foot in both camps. Don't have a foot in both camps. Don't have a foot in both camps.
Don't try to ride two horses at once. Don't try to ride two horses at once. അല്ലെങ്കിൽ പറയാം, don't try to serve two masters. Don't try to serve two masters. Don't try to have it both ways. Don't try to have it both ways. Don't straddle the fence. Don't straddle the fence. Don't straddle the fence. രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കല്ലേ. Don't straddle the fence. Don't spread yourself too thin. Don't spread yourself too thin. Don't spread yourself too thin. മറ്റൊരു രീതിയാണ് don't juggle too many balls. ജഗ്ലിംഗ് നമുക്കറിയാലേ, പല പല ബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. don't juggle too many balls എന്ന് പറയുമ്പോഴേക്കും ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയത്ത് ഒക്യുപ്പൈഡ് ആകല്ലേ എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് don't juggle too many balls. Don't be torn between two. Don't be torn between two. Don't be of two minds. Don't be of two minds. ഇരുമനസ്സാകരുതെന്ന് പറയൂലേ, don't be of two minds. ഇനി ഇത് ഇത്തിരി കടുപ്പമാണ് കേട്ടോ എന്നൊക്കെ പറയൂലേ, അത് നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ്സ് എ ബിറ്റ് ചാലഞ്ചിങ്. ഇറ്റ്സ് എ ബിറ്റ് ചാലഞ്ചിങ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ ബിറ്റ് സ്ട്രോങ്. ഇറ്റ്സ് എ ബിറ്റ് സ്ട്രോങ്. It's a bit intense. It's a bit intense. It's a bit intense. It's quite rigorous. It's quite rigorous. It's quite rigorous. ഇത് ഇത്തിരി കടുപ്പമാണ് കേട്ടോ എന്നുള്ളതിന്റെ എൻ്റെ ഒരു വേറെ ഫോമാണ്. It's quite rigorous. It's a bit demanding. It's a bit demanding. അല്ലെങ്കിൽ നമുക്ക് പറയാം it's a bit of a grind. It's a bit of a grind. It's no walk in the park. അതായത് പാർക്കിൽ നടക്കുന്ന പോലെ സിമ്പിൾ അല്ല എന്നുള്ള രീതിയാണ്. It's no walk in the park. It's no walk in the park. It's a bit much to handle. It's a bit much to handle. It's a bit much to handle. It's rather stringent. It's rather stringent. വേറൊരു രീതിയാണ്. It's rather stringent. It's a bit rigid. It's a bit rigid. അങ്ങനെ പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഒരു സെയിം കാര്യത്തെ തന്നെ പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.